ആലോചിച്ച വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ കുത്തി സാർ. അവനെ മുറിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇവനവനോട് വന്നവനാ. പണിക്കർ, ഇവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കുറുപ്പേ, ഇവരെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അവനെവിടെ? അകത്തുണ്ട് സാർ. മന്ദാരം പിടിച്ചൊരു കാറൊന്ന് ഓടുകാറേ. ആ നിർത്തിക്കെ നിർത്തിക്കെ. എടോ ആട്ടെ ഏമാ നിൽക്കുന്നു. താരം ഓടിവാ. ഓ താരം നിങ്ങളെ എവിടെ പോയിരുന്നു? ചക്ക വീട് സാർ. അല്ല ആന വീട് സാർ. ആനക്കുഴി വീട് സാർ. എന്താണ് പറയുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ചക്ക ആനക്കുഴി ഉരുണ്ട് വീട് സാർ. പൊക്കിയെടുക്കാൻ ഒരു താപ്പാനെ പോലും കിട്ടിയില്ല. ശരി ശരി, നിങ്ങൾ അതുവഴി പോ. പോടോ അങ്ങോട്ട്. അയ്യോ, ഇത് കണ്ടോടി. ഇത് വണ്ടി ഓടിച്ചാലല്ലേ? നമുക്ക് സുശീല വിളിക്കാം. വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ശൈലേ, നീ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വാ. ബാബുട്ടാ, ബാബുട്ടാ. ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടെങ്കിലോ. പെണ്ണുങ്ങളുടെ മറപ്പരയിൽ ആണുങ്ങൾ കയറിയിരിക്കുള്ളൂ. അതൊരു ശരിയാ. അയ്യോ, 2 പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പോലീസ് അവരെന്നെ തിരക്ക് വരികയാണ്. എന്റെ ദൈവമേ, അകത്തേക്ക് വരൂ, വരൂ. ഈ പരിസരത്ത് ഈ വീട് മാത്രമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നമുക്ക് കയറി ഒന്ന് പരിശോധിച്ചാലോ? എന്താണ് സാർ? എന്ത് വേണം സാർ? വെടിയുണ്ട. ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടയായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവനെ ഞങ്ങൾ പൊക്കും. ഞാൻ വിചാരിച്ച് ബാത്റൂം ആയിരിക്കുന്നു.
തന്നെ ഞാൻ പുറത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അകത്ത് ഞാൻ പരിശോധിച്ചോളാം. ഓ. About turn. Good march. Left, right, left, right, left, right, left, right, left, right, left, right. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്? അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്. മേടിച്ചു വെക്കും. ഈ വേലക്കാരതെല്ലാം മേടിച്ചു വെക്കും. ഓ, തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്. ഇങ്ങനെ തുമ്മിയാൽ തന്റെ തലതെറിച്ചു പോടൂ. നീ പഠിച്ചു പോയായിരിക്കും. ഓ, അതിനകത്ത് പാമ്പുണ്ട്. ഈ സർപ്പൈറ്റം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എടിയല്ലേ അവിടുന്ന് പാമ്പാണെന്ന്. അയ്യോ ചോര! അയ്യോ ചോര! എന്റെ മൂക്കിൽ കൂടെ ചോര! അയ്യോ! 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 അയ്യോ ചോര! ചോര! അയ്യോ! ആണല്ലോ. എന്റെ ചോരക്കകത്തൂടെ കുറേച്ചെ തലച്ചോറും വരുന്നുണ്ടല്ലോ. എന്നെ ആശുപത്രി കൊണ്ടുപോകണം. അയ്യോ! എന്നെ എങ്ങോട്ടേക്കെന്ന് കൊണ്ടുപോകണം. അയ്യോ! ഈ കഷായം 3 നേരം കൊടുത്താൽ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിക്കോളും. ഞാൻ വരട്ടെ കുഞ്ഞ്. സുശീലയുടെ അച്ഛൻ എവിടെ? അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഞാൻ അന്നേ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ, എന്നിട്ട് വന്നോ? ഇപ്പൊ വന്നില്ലേ? വന്നതാണോ? പൊക്കിക്കൊണ്ട് വന്നതല്ലേ? വേണ്ട, എഴുന്നേൽക്കണ്ട. വൈദ്യർ എന്നോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ പോലീസ് പിന്തുടർന്നു എന്തോ പറയുന്ന കേട്ടു. അതെന്തിനായിരുന്നു? ഞാനെല്ലാം പറയാം. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മണിമംഗലം ഗോപാലൻ എന്നറിയപ്പെടുന്ന വലിയ മനുഷ്യൻ എന്റെ ചിറ്റപ്പനാണെന്ന് മനസ്സിലായത്. ചെറുപ്പത്തിൽ എന്നെയും എന്റെ അമ്മയെയും സ്വത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിച്ച എന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ. എന്തിനാണെന്നറിയില്ല, അയാളുടെ ഭാര്യയെയും കൊന്നു. എന്നിട്ട് ഞാനാണ് കൊന്നതെന്ന് പോലീസിന് വിവരമറിയിച്ചു. മാധവിയെ കൊന്നോ? മാധവി കൊച്ചമ്മയെ കൊന്നോ? അതെങ്ങനെ? ബോധം വീണിട്ടില്ലെങ്കിലും ഇനി ജീവനാവത്തില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് എന്റെ ജീവനാപത്താണ്. എന്താ? കാറ്റടിച്ചു വീണതാ. ബോധം വീണ് കിട്ടിയാൽ അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അവൾ പോലീസിനോട് പറയും. അതിനു മുൻപ് അവിടെ വെച്ച് തന്നെ നീ അവളെ കൊല്ലണം. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ തന്നെ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീനമല എസ്റ്റേറ്റും ബംഗ്ലാവും നിന്റെ പേർക്ക് ഞാൻ എഴുതി തരാം. അങ്ങനെ ഭയപ്പെടണ്ട. വാക്ക് മാറുമോ? ഈ മണിമംഗലം ഗോപാലൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ചീനമല എസ്റ്റേറ്റിലെ മണി മുതലാളി.
പോയല്ലോ. രശ്മി, കമലേ, ഇവരൂടെ പോയി.